ഇപ്പൊ പല സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങൾ, ഇസ്ലാമിക രാജ്യങ്ങൾ, തജക്കിസ്ഥാൻ, അസർബൈജാൻ, അങ്ങനെ ഇഷ്ടംപോലെ രാജ്യങ്ങൾ, ഇന്തോനേഷ്യ, സൗദി അറേബ്യ, ഇവരൊക്കെ എന്തുകൊണ്ടാണ് ഇസ്ലാം മോഡിഫൈ ചെയ്യണം, ഇസ്ലാമിൻ്റെ വസ്ത്രങ്ങൾ മാറണം, ഇത് നിബന്ധനകളല്ല, ഇസ്ലാമിക രാജ്യങ്ങളുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്, എന്തുകൊണ്ടാണ് അവരങ്ങനൊരു തീരുമാനത്തിലോട്ട് പോകുന്നത്? കാരണം അവരും ഈ ഖുറാനെ തള്ളി പറയുവാണ്. ഈ പറഞ്ഞ രാജ്യങ്ങൾ ഇപ്പൊ വസ്ത്രങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ, രസമാണ്. ഇപ്പൊ താജിക്കിസ്ഥാനില് ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. അത് വിദേശ വസ്ത്രങ്ങളെ നിരോധിച്ചുകൊണ്ട് 2024 നിയമം വന്നത്. വിദേശ വസ്ത്രങ്ങളെ നിരോധിച്ചുകൊണ്ട്. അത് വിദേശ വസ്ത്രങ്ങൾ എന്ന് കേൾക്കുമ്പോ നമ്മൾ ചിന്തിക്കുന്ന പാശ്ചാത്യ വസ്ത്രങ്ങൾ അങ്ങനെയൊക്കെ, അതൊന്നുമല്ല. ഇത് ഹിജാബ്, പർദ്ദ, നിക്കാബ് ഇങ്ങനെയൊക്കെ ഉള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അറേബ്യൻ ഡ്രസ്സാണ്. നമ്മുടെ സംസ്കാരത്തിന്, നമ്മുടെ രാജ്യത്തിന്റെ തനതായ സംസ്കാരത്തിന് ഇത്തരം വസ്ത്രങ്ങൾ വേണ്ടെന്നും പറഞ്ഞിട്ട് അതൊക്കെയാണ് നിരോധിച്ചിരിക്കുന്നത്. അതുപോലെ പുരുഷന്മാര് നീളമുള്ള താടി വയ്ക്കുന്നത്, അത് പോലീസ് അപ്പോൾ തന്നെ പിടിച്ചോണ്ട് പോകും. കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പകുതി താടി അടിച്ചു വിടും. ഉസ്ബെക്കിസ്ഥാനിലും ഇത് തന്നെയാണ്. അവിടെ പർദ്ദ നിരോധിച്ചു. അതുപോലെ മതപരമായ മറ്റു വസ്ത്രങ്ങള്, തൊപ്പി വയ്ക്കല്, ഇതൊക്കെ നിരോധിച്ചിട്ടുണ്ട്. കിർഗിസ്ഥാനിലും അങ്ങനെ തന്നെയാണ്. പൊതുസ്ഥലങ്ങളിൽ മുഖം മറച്ചുകൊണ്ട് നിക്കാബ് ധരിച്ചിട്ട് വരരുത്. ഇനി ഈജിപ്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടേക്ക് ഇതിനേക്കാളും കഷ്ടമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അൽ-അസർ യൂണിവേഴ്സിറ്റി ഉണ്ട് ഈജിപ്തില്. അൽ-അസർ യൂണിവേഴ്സിറ്റിയിൽ അവര് സിലബസ് മാറ്റേണ്ടി വന്നു. അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സിലബസ് മാറ്റേണ്ടി വന്നു. അതുപോലെ അവിടുത്തെ പല മദ്രസ ലൈബ്രറിയും ഈ അൽ-അസർ യൂണിവേഴ്സിറ്റി ലൈബ്രറി, മറ്റു സ്കൂളുകൾ, അവരുടെ ഇസ്ലാമിക സംഘടനകളാൽ നടത്തപ്പെടുന്ന സ്കൂൾ ലൈബ്രറികൾ, ഇതെല്ലാം സർക്കാർ പോയിട്ട് ഇടയ്ക്ക് റെയ്ഡ് ചെയ്യും. എന്നിട്ട് അതിനകത്ത് ഈ ജിഹാദിനെ കുറിച്ചൊക്കെ പുസ്തകങ്ങൾ അതെല്ലാം എടുത്തുപോയി നശിപ്പിച്ച് കളയാണ്. അപ്പൊ ഈ രാജ്യങ്ങൾ, അതുപോലെ ഈ സൗദി അറേബ്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ട്. ഇന്തോനേഷ്യയില് പലയിടത്തും, ഇന്തോനേഷ്യയിലൊക്കെയാണെന്നുണ്ടെങ്കിൽ കാഫിർന്ന് വിളിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് സ്വത്ത് നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ പല രാജ്യങ്ങളും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിന്റെ കാരണങ്ങൾ പറഞ്ഞ് വേറൊന്നുമല്ല, അവർക്ക് തന്നെ അറിയാം, എന്റെ ഭരണാധികാരികൾക്ക് അറിയാം, ഈ ഇസ്ലാമിക തീവ്രവാദം ശക്തിപ്പെട്ടു കഴിഞ്ഞാൽ ആദ്യം ദോഷം വരുന്നത് ഞങ്ങൾക്കാണ്. അതായത് ഞങ്ങളുടെ ഭരണം പോകും. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ സിറിയയില് ഇസ്ലാമിക തീവ്രവാദം ശക്തിപ്പെട്ടു വന്നു കഴിഞ്ഞപ്പോൾ മറ്റേ അസദിനെ അവിടെ നിന്ന് തോന്നേണ്ടി വന്നു. അതുപോലെ അഫ്ഗാനിസ്ഥാനില് താലിബാൻ തീവ്രവാദം ശക്തിപ്പെട്ടു വന്ന് അവർ ഭരണം പിടിച്ചു കഴിഞ്ഞപ്പോൾ നജീബുള്ളനെ പിടിച്ച് തൂക്കിലേറ്റി. ഇറാഖിലും അങ്ങനെ തന്നെ ഇസ്ലാമിക് സ്റ്റേറ്റിന് ഇത് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഭരണാധികാരികൾക്ക് മാറേണ്ടി വന്നു. അപ്പൊ ഇത് അറിയാവുന്നതുകൊണ്ടാണ് ഇവര് ഈ ടീം ശക്തിപ്പെട്ടു വന്നു കഴിഞ്ഞാൽ ഇത് ഞങ്ങൾക്ക് ദോഷം ചെയ്യും, ഞങ്ങളുടെ തല പോകും എന്ന് തിരിച്ചറിവ് അവർക്ക് വന്നുകൊണ്ടാണ് എങ്ങനെയെങ്കിലും ഇതിനൊന്ന് അടിച്ചമർത്താൻ വേണ്ടി അവർ ശ്രമിക്കുന്നത്.